ഫ്രണ്ട്സ്, ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കേരള നവോത്ഥാനത്തിൽ നിന്നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് കേരള നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരള നവോത്ഥാന പ്രസ്ഥാനം. കേരള നവോത്ഥാന പ്രസ്ഥാനം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ആരംഭിച്ച ഒരു സാമൂഹിക സാംസ്കാരിക മുന്നേറ്റമായിരുന്നു. ഇത് അന്നത്തെ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. കേരള നവോത്ഥാന പ്രസ്ഥാനം 19-ാം നൂറ്റാണ്ട് അവസാനത്തോടെയാണ് ആരംഭിച്ചത്. അപ്പോൾ എന്നാണ് കേരള നവോത്ഥാന പ്രസ്ഥാനം ആരംഭം കുറിച്ചതെന്ന് ചോദിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എന്ന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ്. ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാടനാശാൻ, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് കുട്ടിയമ്മ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം ആണ് നാണുവാശൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഗുരുവിൻ്റെ ഭാര്യയുടെ പേര് കാളി എന്നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? കാളി എന്നാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു ആരെന്ന് ചോദിച്ചാൽ രാമൻ പിള്ള ആശാൻ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു ആരാണ്? രാമൻ പിള്ള ആശാൻ. അതേപോലെ അദ്ദേഹത്തിൻ്റെ യോഗാ ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ യോഗാ ഗുരുവിൻ്റെ പേര് തൈക്കാട് അയ്യാസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ യോഗാ ഗുരുവിൻ്റെ പേരെന്താണ്? തൈക്കാട് അയ്യാസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ചിത്രം വന്ന ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ചിത്രം വന്ന ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അത് എന്നാ വന്നത്? 1967 ഓഗസ്റ്റ് 21-നാണ് ഇങ്ങനെ വന്നത്. SNDPയുടെ ആദ്യത്തെയും എക്കാലത്തെയും പ്രസിഡന്റാണ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യത്തെയും എക്കാലത്തെയും പ്രസിഡന്റാണ് ശ്രീനാരായണ ഗുരു. ജനന മരണ ദിനങ്ങൾ കേരള ഗവൺമെൻറ് അവധി ദിനമായി ആചരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ജനന മരണ ദിനങ്ങൾ കേരള ഗവൺമെൻറ് അവധി ദിനമായി ആചരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. നാണുവാശൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. നാണുവാശൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. 1904-ലാണ് ഗുരു ശിവഗരി മഠം സ്ഥാപിച്ചത്. 1904-ലാണ് ഗുരു ശിവഗരി മഠം സ്ഥാപിച്ചത്. 1904 തിരുവിതാംകൂർ ഗവൺമെൻറ് എല്ലാ തരത്തിലുമുള്ള കോടതി വ്യവഹാരങ്ങളിൽ നിന്നും ശ്രീനാരായണ ഗുരുവിനെ മുക്തനാക്കി. അപ്പോൾ 1904-ലാണ് ഗുരു ശിവഗരി മഠം സ്ഥാപിച്ചത്. അതുപോലെ 1904 തിരുവിതാംകൂർ ഗവൺമെൻറ് എല്ലാ തരത്തിലുമുള്ള കോടതി വ്യവഹാരങ്ങളിൽ നിന്നും ശ്രീനാരായണ ഗുരുവിനെ മുക്തനാക്കി. 1916 കാഞ്ചീപുരത്ത് നാരായണ സേവ ആശ്രമം സ്ഥാപിച്ചു. 1916 കാഞ്ചീപുരത്ത് നാരായണ സേവ ആശ്രമം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചു. ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ചു. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ചത്. 1913 ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. 1913-ലാണ് ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശ്രമം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശ്രമം അദ്വൈത ആശ്രമം. അതെവിടെയാണ്? ആലുവയിലാണ്. ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ പെരിയാർ നദിയുടെ തീരത്താണ് അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്.
അദ്വൈത ആശ്രമത്തിൽ വെച്ച് 1924 ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകി. അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് 1924 ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത്. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888. ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് എന്നാണ്? 1888. SNDP അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് 1903 മെയ് 15. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. SNDPയെ ആദ്യകാലത്ത് അറിയപ്പെട്ടത് വാവൂട്ട് യോഗം എന്നാണ്. SNDPയെ ആദ്യകാലത്ത് അറിയപ്പെട്ടത് വാവൂട്ട് യോഗം എന്നാണ്. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ശ്രീനാരായണ ഗുരു. ആദ്യത്തെ സെക്രട്ടറി ആരാണ്? മഹാകവി കുമാരനാശാൻ. ആദ്യ സെക്രട്ടറി മഹാകവി കുമാരനാശാൻ. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. ആദ്യ വൈസ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യകാല മുഖപത്രം. SNDPയുടെ ആദ്യകാല മുഖപത്രം ഏതാണ്? വിവേകോദയം. 1904. 1904 വിവേകോദയം ഇറങ്ങിയത്. അപ്പോൾ SNDPയുടെ ആദ്യകാല മുഖപത്രം ഏതാണ്? വിവേകോദയം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ യോഗനാഥം. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം തിരുക്കുറൽ. ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾക്ക്. ചട്ടമ്പി സ്വാമികൾക്കാണ് നവമഞ്ജരി എന്ന കൃതി ശ്രീനാരായണ ഗുരു സമർപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. 1927 ഇത് നടത്തിയത്. അദ്ദേഹത്തിന് 2-3 വാക്യങ്ങളാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതാരാണ്? ഗുരു. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. അതുപോലെ ഗുരുവിനെ ശിവഗിരിയിൽ പോയി കണ്ടവർ ഇനി നമ്മൾ നോക്കാൻ പോകുന്നു. 1922 രവീന്ദ്രനാഥ് ടാഗോർ, CF ആൻഡ്രൂസ് ശിവഗിരിയിൽ പോയി കണ്ടു. ഗുരുവിനെ ശിവഗിരിയിൽ പോയി കണ്ടു. രണ്ടാമത് 1925 ഗാന്ധിജി ഗുരുവിനെ ശിവഗിരിയിൽ പോയി കണ്ടു. 1926 വിനോബ ഭാവെ ഗുരുവിനെ ശിവഗിരിയിൽ പോയി കണ്ടു. അടുത്തത്, ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത നാണയം പുറത്തിറങ്ങിയ വർഷം. ഇത് 2006. ഉത്തരം 2006 ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത നാണയം പുറത്തിറങ്ങിയത്. അത് 5 രൂപയിലാണ്. അതുപോലെ നെക്സ്റ്റ്, ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം. ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം തലശ്ശേരി. തലശ്ശേരിയിലാണ് ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുവിന് അനേകം അനുയായികളും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവൽ ശ്രദ്ധേയനായ ആളാണ് നടരാജ ഗുരു. ഇദ്ദേഹമാണ് 1923 ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ നീലഗിരിയിലെ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും ആശയങ്ങളും പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ചത് നടരാജ ഗുരു. നടരാജ ഗുരു എന്ന് പറയുമ്പോൾ ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ് നടരാജ ഗുരു. ശിവഗിരിയിലെ ശാരദാ മഠം പ്രതിഷ്ഠ നടത്തിയത്. ശിവഗിരിയിലെ ശാരദാ മഠം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1912. 1912 ശിവഗിരിയിലെ ശാരദാ മഠ പ്രതിഷ്ഠ നടത്തിയത്. ഗുരു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രങ്ങളുടെ എണ്ണം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രങ്ങളുടെ എണ്ണം 43. ഇനി ഗുരുവിന്റെ പ്രധാന കൃതികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആത്മോപദേശക ശതകം, നിർവൃതി പഞ്ചകം, അർത്ഥനാരീശ്വര സ്തോത്രം, ദൈവദശകം. ദൈവദശകത്തെ ദൈവോപനിഷത്തും എന്നും അറിയപ്പെടുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ദർശനമാല,
വിനയകാഷ്ടകം, അനുകമ്പാദശകം, തേവാരപതിങ്കങ്ങൾ, ദൈവചിന്തനം, ജാതിമീമാംസ, ജാതിലക്ഷണം. അപ്പോൾ ഒരു ജാതി, ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നീ വരികളുള്ള ഗുരുവിൻ്റെ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ, കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ജാതിമീമാംസ. ജാതിമീമാംസയിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വരികളുള്ള ഗുരുവിൻ്റെ പുസ്തകം. അതിൻ്റെ ബാക്കി ഭാഗമാണ് കാളി നാടകം, ശിവ ശതകം, വേദാന്ത സൂത്രം, മുനിചര്യ പഞ്ചകം, കുണ്ടലിനി പാട്ട്, നവമഞ്ജരി. നവമഞ്ജരി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾക്ക്. അതുപോലെ മുനിചര്യ പഞ്ചകം രമണ മഹർഷിയെ സന്ദർശന ശേഷം എഴുതിയതാണ് മുനിചര്യ പഞ്ചകം. ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗത്തിൻ്റെ വാർഷിക യോഗം നടന്ന സ്ഥലം പള്ളുരുത്തി. പള്ളുരുത്തിയിലാണ് ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗത്തിൻ്റെ വാർഷികാഘോഷം നടന്ന സ്ഥലം. അടുത്തത്, ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്കൻ സന്ദർശനം നടന്നത് വർഷം 1918. 1918 ഗുരു ആദ്യമായി ശ്രീലങ്കൻ സന്ദർശനം നടത്തിയത്. രണ്ടാമത്തെ സന്ദർശനം 1926. 1926 രണ്ടാമതും ഗുരു ശ്രീലങ്കയിൽ പോയത്. അതുപോലെ ഗുരു ആദ്യമായി കാവ്യവസ്ത്രം ധരിച്ചത് ഒന്നാം ശ്രീലങ്കൻ സന്ദർശന സമയത്താണ് ഗുരു ആദ്യമായി കാവ്യവസ്ത്രം ധരിച്ചത്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. 5 ക്ഷേത്രങ്ങളിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതിൽ ഓരോന്നാ പറയാൻ പോകുന്നത്. കളവൻകോട് ക്ഷേത്രം, വെച്ചൂർ ക്ഷേത്രം, കാരമുക്ക് ക്ഷേത്രം, മുരുക്കുംപുഴ ക്ഷേത്രം, ഉല്ലല ക്ഷേത്രം. കളവൻകോട് ക്ഷേത്രം ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് കളവൻകോട് ക്ഷേത്രം. വെച്ചൂർ രണ്ടാമത്. മൂന്നാമത് കാരമുക്ക് കെടാവിളക്ക് സ്ഥാപിച്ചു. കാരമുക്കിലാണ് കെടാവിളക്ക് സ്ഥാപിച്ചത്. മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നീ ആലേഖനം ചെയ്തിരിക്കുന്നു. മുരുക്കുംപുഴ ക്ഷേത്രത്തിലാണ് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത്. അവസാനമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണ്? ഉല്ലല ക്ഷേത്രത്തിലാണ് അവസാനമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഇനി നമുക്ക് വർഷങ്ങളെ നമുക്ക് താഴോട്ട് ഏകീകരിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 1881 ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങ് സ്കൂള് സ്ഥാപിച്ചു. 1887 അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചു. 1887 അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അതുപോലെ 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം നടന്നു. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം നടന്നത്. 1903 മെയ് 15 SNDP സ്ഥാപിച്ചത്. 1903 മെയ് 15 SNDP സ്ഥാപിച്ചത്. 1904 വിവേകോദയം ആദ്യകാല മുഖപത്രം. അത് ഇറങ്ങിയത് എപ്പോഴാണ്? 1904 അത് വിവേകോദയമാണ്. അടുത്തത് 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. അതിനുശേഷം 1912 ശാരദാ മഠം സ്ഥാപിച്ചു. 1912 ശാരദാ മഠം സ്ഥാപിച്ചു. 1913 അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. 1913 അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. 1915 മിശ്ര ഭോജനം സംഘടിപ്പിച്ചു. 1915 മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. മിശ്ര ഭോജനം എന്നാൽ എല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ്. അപ്പം മിശ്ര ഭോജനം. അപ്പോൾ 1915 മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. 1916 സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. 1916 സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. പിന്നെ നാരായണ സേവ സമാജവും സ്ഥാപിച്ചു. 1918 ശ്രീലങ്കൻ ആദ്യ സന്ദർശനം നടന്നു. 1924 സർവമത സമ്മേളനം നടന്നു. അത് എവിടെയാണ്? ആലുവയിലാണ്.
അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് ടി സദാശിവ അയ്യർ. ജസ്റ്റിസ് ടി സദാശിവ അയ്യറാണ് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. 1926 ശ്രീലങ്കയിൽ രണ്ടാം സന്ദർശനം. ശ്രീലങ്കയിൽ രണ്ടാമത് പോയ വർഷം ഏതാണ്? 1926. 1927 SNDP യോഗം അവസാനം പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നു. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നു 1927 SNDP യോഗം. അത് പള്ളുരുത്തിയിലായിരുന്നു. അടുത്തത് 1928 സെപ്റ്റംബർ 20 ഗുരു സമാധിയായി. 1928 സെപ്റ്റംബർ 20 ഗുരു സമാധിയായി. 1967 ഓഗസ്റ്റ് 21 തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വന്നു. 1967 ഓഗസ്റ്റ് 21 തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഇറക്കിയത്. അതിനുശേഷം 2006 5 രൂപ നാണയത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത് വന്നതാണ്. 2006 അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത് വന്നത് 5 രൂപ നാണയത്തിലാണ് വന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ചില കണ്ടുമുട്ടലുകളെ കുറിച്ചാണ്. അപ്പോൾ 1882 ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരു സ്വാമിയും തമ്മിൽ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. 1882 ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. 1891 കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടി. അതെവിടെ വെച്ചാണ്? കായിക്കരയെ വെച്ചാണ് കണ്ടുമുട്ടിയത്. അതുപോലെ 1895 ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് ബാംഗ്ലൂരിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. 1912 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് ബാലരാമപുരത്താണ്. 1912 അയ്യങ്കാളിയും അതുപോലെ ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത്. 1914 വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടി. 1916 രമണ മഹർഷിയെ കാണാനായിട്ട് ശ്രീനാരായണ ഗുരു അങ്ങോട്ട് പോയി. തിരുവണ്ണാമല എവിടെ വെച്ചാണ് കണ്ടത്? തിരുവണ്ണാമലയിൽ വെച്ചാണ് കണ്ടത്. രമണ മഹർഷിയെ കാണാൻ ഗുരു ആദ്യമായി ഒരാളെ സന്ദർശിക്കാൻ അങ്ങോട്ട് പോയതാണ് 1916. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിക്കാൻ അങ്ങോട്ട് പോയി, തിരുവണ്ണാമലയിലേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ചാണ് ഇവർ കണ്ടത്. അതുപോലെ 1922 ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ, CF ആൻഡ്രൂസ് ഇവർ ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. അതുപോലെ 1925 ഗാന്ധിജി ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. 1925 ഗാന്ധിജി ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടത്. ഗുരു സമാധിയായത് അത് നമ്മൾ ഓർത്തിരിക്കണം. ഗുരു സമാധിയായത് 1928 സെപ്റ്റംബർ 20 ഗുരു സമാധിയായത്. ശിവഗിരിയിൽ വെച്ചായിരുന്നു. അതുപോലെ സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം വെള്ള. സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം വെള്ളയാണ്. ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലാണ് ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം. ഇതോടുകൂടി ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.